ഹായ്, അസ്സലാമലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് സേമിയ പായസം. അതിലേക്ക് ആവശ്യമായി 500 ഗ്രാം സേമിയ, 200 ഗ്രാം സാവരി, ചൊവ്വരി എന്നൊക്കെ പറയും. സാവരി കഴുകി വൃത്തിയാക്കി കുക്കറിലേക്ക് ചേർത്ത് 7 ഗ്ലാസ് വെള്ളവും ഒഴിച്ച് 4 വിസിൽ വരെ വേവിച്ചെടുക്കാം. വലിയൊരു ഉരുളിയെടുത്ത് അതിലേക്ക് 4 സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. ചൂടായ ശേഷം സേമിയ ചേർത്ത് നല്ലവണ്ണം ഇളക്കി കൊടുക്കാം. സേമിയ പാകത്തിന് വറുവായി വന്നിട്ടുണ്ട്. അതിലേക്ക് 1 ലിറ്റർ പാലൊഴിച്ച് നല്ലവണ്ണം ഇളക്കി കൊടുക്കാം. 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇടയ്ക്കിടെ ഇളക്കി കൊടുക്കാം. സാവരി വെന്ത് വന്നിട്ടുണ്ട്. 1 സ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. സേമിയ നല്ലവണ്ണം വെന്ത് വന്നിട്ടുണ്ട്. വേവിച്ച് വെച്ച സാവരി ചേർത്ത് കൊടുക്കാം. 4 ഗ്ലാസ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാര ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. ചിലർക്ക് നല്ല മധുരം വേണ്ടി വരും, ചിലർക്ക് കുറഞ്ഞ മധുരം മതിയാവും. അതുകൊണ്ട് മധുരമെല്ലാം നിങ്ങളെ ഇഷ്ടത്തിന് ചേർത്ത് കൊടുക്കാം. മിൽക്ക് മെയ്ഡ് ചേർക്കാൻ താല്പര്യമുള്ളവർ അതുകൂടി ചേർത്ത് കൊടുക്കാം. ഞാൻ ഇവിടെ അതൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. നമ്മുടെ സേമിയ പായസം റെഡി ആയിട്ടുണ്ട്. ഒന്ന് വറുത്തെടുക്കാം. പാനിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുത്ത് ചൂടായ ശേഷം അണ്ടിയും മുന്തിരിയും ചേർത്ത് കൊടുക്കാം. അണ്ടിയും മുന്തിരിയും മൂത്ത് വന്നിട്ടുണ്ട്. പായസത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ സേമിയ പായസം റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.